ഇനിയിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് CPM പോകുമെന്നുള്ളതാണ്. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു നമസ്കാരം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മതേതര രാഷ്ട്രമാണല്ലേ. നമ്മുടെ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന ഒരു വളരെ സുന്ദരമായ ഒരു ദേശമാണ് ഇന്ത്യ. പ്രത്യേകിച്ച് കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള, മുസ്ലിംസ് ആയാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാവരും സഹോദരങ്ങളെ പോലെ കണ്ട് ജീവിക്കുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ ഇതുപോലുള്ള മതവിദ്വേഷങ്ങൾ, മനസ്സിലായി, ഒരു വർഗീയത വിളമ്പുന്ന ആരെയും എനിക്ക് കണ്ടെടുത്താൽ കണ്ടുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു രാഷ്ട്രീയ അധിഷ്ഠിത ചാനലൊന്നും അല്ല. ഒരു രാഷ്ട്രീയക്കാരെയും ഞാൻ ഈ പറയുന്നതെല്ലാം വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ പറയുന്ന ഈ കെ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞ ഒരു സംഭവം, അതൊരിക്കലും ആർക്കും അങ്ങോട്ട് ദഹിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു വർഗീയതയാണ്. അതൊക്കെ ഒരിക്കലും ആർക്കും ദഹിക്കാൻ പറ്റില്ല. ഇതുപോലുള്ള ആൾക്കാർ, ഇപ്പം ഈ പറയുന്ന സുരേന്ദ്രനെ പോലെ, കെ സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർ വന്ന് ഇതുപോലുള്ള മതവിദ്വേഷം അല്ലെങ്കിൽ ഇതുപോലുള്ള വർഗീയത വിളിച്ചു പറയുമ്പോൾ അത് മൊത്തത്തിൽ ബാധിക്കുന്നത് അത് ആ പുള്ളി റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എന്ന് പറഞ്ഞാൽ പാർട്ടി മൊത്തത്തിൽ ഇങ്ങനെയാണ്. എത്രയോ ഈ പറയുന്ന പിന്നെ BJP-ക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എല്ലാ മതസ്ഥരും ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായിട്ട് രാഷ്ട്രീയം പിന്നീട് എന്ത് ചെയ്യുന്നു, രാഷ്ട്രീയ ജീവിതം നയിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ സത്യം പറഞ്ഞാൽ എടുത്തു കളയാൻ അല്ലെങ്കിൽ കട്ടി നിർത്താനുള്ള ഒരു ജന്മമാണ് ഈ കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞ ഒരു സംഭവം മറ്റൊന്നുമല്ല, ഈ നോമ്പ് നടക്കുന്ന സമയത്ത്, നോമ്പ് മാസം അവിടെയുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കൾ, പുള്ളി പറയുന്നത് ഹിന്ദുക്കളാണ്, ബാക്കിയുള്ളവരൊന്നും ജനങ്ങളല്ല, ബാക്കിയുള്ളവരൊന്നും മനുഷ്യരല്ല, അവർക്കാർക്കും ഒരു കുടിവെള്ളവും പോലും, അതായത് കുടിക്കാൻ പച്ചവെള്ളവും പോലും കിട്ടത്തില്ല എന്നാണ് ഈ കെ സുരേന്ദ്രൻ പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് മുസ്ലിങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, കടകൾ അടച്ചിടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കവിടെ നമ്മളെന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള അവകാശം ഈ പറയുന്ന പുള്ളി അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. മനസ്സിലായോ? പുള്ളി പറയുന്നതാണ് ഹിന്ദുക്കൾ പറയുന്നത്. ഞാനും ഒരു ഹിന്ദുവാണ്, എനിക്ക് ഈ അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോ പുള്ളി പറഞ്ഞ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം പുള്ളി പറഞ്ഞത് എന്താണ് നിങ്ങൾ കേട്ടിരിക്കും, എന്നാലും പറഞ്ഞത് എന്താണ് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ്. നമ്മളിപ്പോൾ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പുരോഗമന പാർട്ടിക്കാർക്ക് വിവരമുണ്ട്, മനസ്സിലായി, അവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം. താങ്കൾ പറയുന്നത് വിവരക്കേടാണ്. നമ്മൾ ഈ പുള്ളി പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ശബരിമല, നമ്മളെന്ന് പറഞ്ഞാൽ ആരാ? താങ്കൾ ഹിന്ദുക്കളുടെ മൊത്ത വ്യാപാരം മൊത്തത്തിൽ എടുത്തിരിക്കുകയാണ്. നമ്മൾ ഹിന്ദുക്കളുടെ ആരും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ശബരിമല സമയത്ത് ഈ പറഞ്ഞ വെജിറ്റേറിയൻ മാത്രമേ വെക്കാവുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന്. ആരും പറഞ്ഞിട്ടില്ല. എന്തിനാ ഇത് ആർക്ക് പറയാനുള്ള അധികാരം? അവർക്ക് സൗകര്യമുള്ള അവർ ചെയ്യും. അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിംസ്, ഈ പറയുന്ന ഈ ഒരു വ്രതം നോക്കുന്ന സമയത്ത് പച്ചവെള്ളം അതാ പക്ഷെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളുടെ കുറെ കട അങ്ങ് തുറന്നു വയ്ക്കൂ. മനസ്സിലായി, കുറെ കടകൾ അങ്ങ് തുറന്നു വയ്ക്കൂ, എന്നിട്ട് പച്ചവെള്ളം കൊടുക്കൂ. അല്ലെങ്കിൽ പച്ചവെള്ളം ഹിന്ദുക്കൾക്ക് അത്രയ്ക്ക് ദാഹിക്കുകയാണെങ്കിൽ, മനസ്സിലായോ, ക്രിസ്ത്യൻസിന്റെ കടയിൽ പോയി കുടിക്കൂ. ഇത് എന്തൊരു വർഗീയതയാണ്. എന്റെ അറിവിൽ, എനിക്ക് മലപ്പുറത്തെ കേസ് അറിഞ്ഞൂടാ, എന്റെ ഇവിടുത്തെ അറിവില് ഇവിടെയുള്ള മുസ്ലിംസ് ആയിക്കോട്ടെ, അവര് ഈ പറയുന്ന എന്തായാലും ഈ വ്രതം നടക്കുന്ന സമയത്തൊക്കെ അവർ കട തുറക്കും. അവര് കഴിക്കില്ലെന്നേ ഉള്ളൂ, ഹോട്ടലുകാർ വരെ തുറക്കും. ചിലവര് എന്തെങ്കിലും അവർക്ക് ഈ പറയുന്ന വ്രതം എടുക്കുമ്പോൾ അവർക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ മാത്രമേ അടയ്ക്കാൻ. നമ്മൾ ഇവിടെയും അങ്ങനെയില്ല, അവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് അടയ്ക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള ഇത് വേണ്ടിയിട്ട് ഒരാൾ ഒരു കട അടച്ചിട്ടാൽ അത് ഹിന്ദുക്കൾക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഗതികെട്ടാണ് ഹിന്ദുക്കൾ കിടക്കുന്നത്. അത്രയ്ക്ക് ഗതികെട്ടാണ്. ഒരു മുസ്ലിംസ് അല്ലെങ്കിൽ ഒരു കട അടച്ചു കഴിഞ്ഞാൽ അവിടെ വെള്ളം കിട്ടാത്ത രീതിയിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കിട്ടുന്ന വെള്ളം കൊണ്ടാണ് ഹിന്ദുക്കൾ ജീവിക്കുന്നത്. ആ രീതിയിലുള്ള വർഗീയത എന്തിനാ പറയുക? ഹിന്ദുക്കളല്ല, ആരായല്ല, ഒന്നല്ല രണ്ടോ, എത്ര കട കഴിച്ചാലും ഒരു വീട്ടിൽ പോയി, ഒരു മുസ്ലിംസിന്റെ വീട്ടിൽ പോയി തട്ടി വിളിച്ചു കഴിഞ്ഞാൽ അവൻ സുഖമായിട്ട് ഈ പറയുന്ന വർഗീയത നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന വർഗീയത പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ് പുള്ളി നോക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ സഹോദരങ്ങളായിട്ട് കാണുന്നല്ല, ഒരു
കാണൂടെ 100-ൽ 1-2 ഈ പറയുന്ന മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച്, അതായത് മതത്തിൽ തീവ്രമായിട്ടും ആ മതത്തെ പിന്നീട് സ്നേഹിക്കുന്നവരുണ്ട്. അവരാണ് ഈ പറയുന്ന വർഗീയത പറയുന്നത്. മനസ്സിലായോ? ബാക്കിയേക്കാം. ഇപ്പോ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല, വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു. ഇവിടെ അതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല. വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ. ഒരു വീട്ടിൽ ഒരു സ്ത്രീ 5 പ്രസവം വീട്ടിൽ നടത്തി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ്. അങ്ങനെയല്ല, അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള പിന്നെ അതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത്, വാക്സിനേഷൻ പാടില്ല. ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു തരത്തിൽ റാഡിക്കൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ഇതിനകത്ത് ഈ പുള്ളി പറഞ്ഞ ഈ ഒരു കേസ് വാക്സിനേഷന്റെ കേസും ഈ പറയുന്ന 5 പ്രസവവും കാര്യം അതിന് വലിയൊരു പ്രചരണം നടത്തുന്നു. അതിനോട് ഞാൻ യോജിക്കുന്നു. അത് മലപ്പുറത്ത് ഭാഗങ്ങളിൽ നടക്കും. നമുക്കറിയാം, വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ വീഡിയോസ് വന്നിട്ടുണ്ട്, ഒരുപാട് തെളിവുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ഈ വീട്ടിലെ പ്രസവിക്കുന്നവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്നവരെ പിന്നെ ആദരിക്കുകയും അവർക്ക് പറയും വാക്സിൻ എടുക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രചരണം അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഈ പുള്ളി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. അതും ഈ പറയുന്ന എന്താണ്, നമുക്ക് ഒരു വിപത്താണ്. ഈ പറയുന്ന അറിവില്ലായ്മ പകർന്നു കൊടുക്കുക, മനസ്സിലായി, വിവരക്കേട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക, അങ്ങനെയുള്ള ഒരു തന്ത്രം, അങ്ങനെ ഒരു സംഭവം നടക്കുന്ന, അതൊക്കെ നമുക്ക് തടയിടേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഒറ്റപ്പെട്ട സംഭവമല്ല സർ. രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. ഉച്ചക്കഞ്ഞി മുടങ്ങി പല സ്ഥലത്തും വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നു. നിങ്ങൾ ഡൽഹിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെയാണ് അവർ അത് മുടക്കുന്നത്? രക്ഷാകർതൃ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല സ്ഥലത്തും യോഗം കൂടി തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ ഓക്കെ, പുള്ളി പിന്നെ പറയുന്നത് ഉച്ചക്കഞ്ഞി മുടങ്ങി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതും ഈ പറയുന്ന സത്യമാണെങ്കിൽ അതും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവർ പറയുന്നത് ഇപ്പം വ്രതം അല്ലെങ്കിൽ ഇവരെ നോമ്പ് സമയത്ത് ഉച്ചക്കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ കഴിക്കേണ്ടത്, താങ്കൾ ഈ മുസ്ലിങ്ങൾ നോമ്പ് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള കുട്ടികൾ ഭക്ഷണം കഴിക്കണ്ടേ? അപ്പം അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇപ്പം ഏത് മതം ആയിക്കോട്ടെ, ഇപ്പം ഇതിൽ പറഞ്ഞ കുറച്ച് മാതാപിതാക്കൾ വിവരക്കേടായിരിക്കും. ശരിയാണ്, നമ്മുടെ കുട്ടികൾ കഴിക്കുന്നില്ല അതുകൊണ്ട് അവരും കഴിക്കേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതും ശരിയല്ല. പക്ഷേ അതും ഉള്ള ശരിയല്ല. പിന്നെ അവർക്ക് ഈ കൊച്ചു കുട്ടികൾക്ക് അങ്ങനെ മോള് വിശന്നിരിക്കും, മറ്റുള്ളവർ കഴിക്കുമ്പോൾ അവർക്കും ഒരു വിഷമം ഉണ്ടാവും. കാരണം കൊച്ചു കുട്ടികൾ അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രായമില്ല. പക്ഷെ അതേ സമയത്ത് മറ്റതും കൊച്ചു കുട്ടികളാണ്, അവര് ഈ പറയുന്ന ഒന്നും കഴിക്കാതെ വന്നിരിക്കുകയാണ്. അപ്പൊ അവർക്കും ഈ ഉച്ചക്കഞ്ഞി മുടക്കുക എന്നുള്ള ഒരു സമീപനത്തിലേക്ക് പോകുന്നത് ഒട്ടും ശരിയുള്ള കേസല്ല, അത് സത്യമാണെങ്കിൽ. ശരി, ഇനി ഈ സുരേന്ദ്രന്റെ കേസ്, സുരേന്ദ്രൻ ആദ്യമായിട്ടൊന്നല്ല സുരേന്ദ്രൻ ഈ വർഗീയത പറയുന്നത്. ഇതിന് മുമ്പും വർഗീയത പറയും. മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. മുസ്ലിങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അടിച്ച് പിന്നെ വഴിച്ചു മാറ്റണം, എന്നിട്ട് ഹിന്ദുക്കൾ മാത്രം മതി എന്നുള്ളൊരു സംഭവമാണ്. 1-2 കൊല്ലം മുമ്പ് പുള്ളി മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറഞ്ഞ ഒരു വീഡിയോ കൂടി നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ഇനിയിപ്പോ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് CPM പോകുമെന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇനി മലയാള നാടിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ CPM പോകും. ഇനി മലയാള നാടിനൊരു മുസ്ലിം മുഖ്യമന്ത്രി എന്നൊരു മുദ്രാവാക്യത്തിലേക്ക് CPM പോകും. എന്താ പോയാ? അല്ല, മുസ്ലിം മുഖ്യമന്ത്രി വന്ന ഇവിടെ എന്താ സംഭവിക്കാൻ പോണത്? കേരളം അങ്ങ് ഇടിഞ്ഞു വീഴും. അല്ല, ഇതാണ് വർഗീയത. കാരണം ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ പാർട്ടിയല്ല ഞാൻ കുറ്റം പറഞ്ഞ, ഈ പുള്ളിയാണ് ഇതുപോലുള്ള വർഗീയ വിഷങ്ങൾ തുപ്പുന്നവരുള്ളത് കൊണ്ടാണ് ആ പാർട്ടിയെ എല്ലാം ഒരു വർഗീയ പാർട്ടിയായിട്ട് കാണുന്നത്. ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് ഇതാണ് സംഭവം. മനസ്സിലായി? മുസ്ലിങ്ങള് മുഖ്യമന്ത്രി ആവാൻ പാടില്ല, മുസ്ലിങ്ങൾ അവരെന്തോ വലിയൊരു പാവം ചെയ്തോലെയാണ് അവർ പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള വിവരക്കേട് പറയുന്ന, ഇതുപോലുള്ള അർത്ഥശൂന്യമായ വാക്കുകൾ പറയുന്ന, ഇതുപോലുള്ള വർഗീയത തുപ്പുന്ന, ഇതുപോലെ മുസ്ലിങ്ങളെയും സഹോദരങ്ങൾ, ഈ പറയുന്ന ഹിന്ദു സഹോദരങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇതുപോലെ വർഗീയവാദികളെ നിങ്ങൾ മാറ്റി നിർത്തണം. ഒരിക്കലും ഒരു കാലത്തും ഞാൻ ഇതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യില്ല. ഇതുപോലുള്ള വർഗീയത കൊണ്ടു നടക്കുന്നവരെ ഒരു കാരണവശാലും കൂടെ നിർത്തരുത്, അവരെ അകറ്റി നിർത്തുകയാണ് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.